നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷങ്ങളിലും കാവടി ഘോഷയാത്ര ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ 10 ദിവസമാണ് അമ്പലത്തിൽ ഉത്സവമെങ്കിൽ 6-ാം ദിവസം തുടങ്ങിയാണ് കേട്ടോ കാവടി ആരംഭിക്കുന്നത്. അപ്പോൾ ഓരോ മൂലകളിൽ നിന്നാണ് ഓരോ ദിവസവും കാവടി ആരംഭിക്കുന്നത് കേട്ടോ. മണിയമ്പിള്ളി മൂല, നാഗപ്പാടി മൂല, മാരാന മൂല, കൊപ്പറമ്പ് മൂല, അങ്ങനെ 4 മൂലകളാണ് കേട്ടോ നമുക്കുള്ളത്. നമ്മൾ മാരാന മൂലക്കാരാണേ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ കാവടിയായിരുന്നു കേട്ടോ. പോരാത്തതിന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും കൂടിയായിരുന്നു കാവടി ഇറങ്ങണേ കേട്ടോ. അപ്പോൾ ദീപശിഖ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും അവിടെ ചെന്നിട്ട് പൂത്താലം എടുത്ത് സ്വീകരിച്ചിട്ടാട്ടോ കൊണ്ടുവരുന്നത്. അതായത് കാവടി ഇറങ്ങണ വീട്ടിലേക്കാണ് ഇത് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. ദീപശിഖ പിടിച്ചേക്കുന്ന ആള് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഓടിക്കൊണ്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാത്തൂരിന്ന് ദീപശിഖ പുറപ്പെടുമ്പോഴത്തേക്കും ചെറിയൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ക്യൂ ആയിട്ട് താലവും പിടിച്ചിട്ട് പോവാണേ. ദീപശിഖയായിട്ട് നമ്മൾ പോണ വഴിയുള്ള വീടുകളിലെ ആൾക്കാരെല്ലാം ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതായത് നമ്മൾ വിളക്കിൽ അവിടെ ഇങ്ങനെ പൂവൊക്കെ അർപ്പിച്ചിട്ടാണ് നമ്മൾ പോണേ കേട്ടോ. നേരെ നമ്മൾ കാവടി ഫണ്ടിൻ്റെ ഓഫീസിലേക്കാണ് പോണത്. അവിടെ ചെന്നിട്ട് നമ്മൾ ദീപശിഖയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി താലക്കാരെല്ലാവരും അതിൻ്റെ ഉള്ളിലിട്ട് കയറും കേട്ടോ. എല്ലാവരും കയറണം നിർബന്ധമില്ല. കാവടി ഇറങ്ങണ വീട്ടിലെ ആൾക്കാരെല്ലാവരും കയറും കേട്ടോ. ഇവിടെ ചിന്തുപാട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ചിന്തുപാട്ടോട് കൂടിയായിരുന്നു കേട്ടോ നമ്മൾ ദീപശിഖ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതെല്ലാം അഭിഷേക കാവടികളാണ് കേട്ടോ. ഇതാണ് നമ്മൾ ദീപശിഖ എന്ന് പറയണത്. ദീപശിഖ ഇതിങ്ങനെ ഓടിക്കൊണ്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പോയി ഇതാണ് കാവടി ഇറങ്ങണ സ്ഥലം കേട്ടോ. കാവടി ഇറങ്ങണ വീട് ഇതിൻ്റെ പുറകിലായിട്ടാണേ. ഏകദേശം ഒരു കല്യാണത്തിൻ്റെയൊക്കെ ആ ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സദ്യയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാവണേ കേട്ടോ. നമ്മളപ്പോൾ താലവും കൊണ്ട് നേരെ കാവടി ഇറങ്ങണ വീട്ടിയിട്ടാണ് കേട്ടോ പോണത്. ദീപശിഖയും കൊണ്ട് വരുവാണേത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം മുദ്രനിറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ അതിന് നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തിരിച്ചിങ്ങ് പോരുമായിരുന്നേ. അവിടെ രാവിലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും അത് മേടിച്ച് കഴിച്ചതിന് ശേഷം ഇത് ഉച്ചക്കുള്ള പരിപാടിയാണ്. ഉച്ചക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ കറക്റ്റ് ഒരു മണി 1:15 സമയത്തായിരുന്നു ചെന്നത്. അതുകൊണ്ടാണ് നല്ല തിരക്കായിരുന്നേ. ഒരു 12:15 ആ ഒരു സമയത്ത് ചെന്നായിരുന്നു വെച്ചെങ്കിൽ നമുക്ക് അധികം തിരക്കില്ലാണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോരാൻ പറ്റിയാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് ചെന്നുകൊണ്ട് എല്ലാവരും ആ സമയം നോക്കിയാൽ വന്നേ കേട്ടോ. അപ്പം നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പപ്പടം പഴം പായസമായിരുന്നേ. അതൊക്കെ കഴിച്ച് വീട്ടിൽ ചെന്നിട്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാത്രിയാണ് കേട്ടോ നമ്മുടെ കാവടി ഘോഷയാത്ര പുറപ്പെടുന്നത്. കാവടി ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത്രയും നാൾ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. കാരണം 4 മൂലക്കാരും ഭയങ്കര മത്സരമാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. വെച്ചാൽ ഏറ്റവും നല്ല കാവടി ആരുടെ ആയിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയാണല്ലോ എല്ലാവർക്കും. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ കാവടി ഘോഷയാത്ര കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പം ഭയങ്കര ഒരു സങ്കടമാണ് മനസ്സിൽ. ഇനി അടുത്ത വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ കാവടിയൊക്കെ അമ്പലത്തിലേക്ക് കയറിനോടുകൂടി നമ്മുടെ കാവടി പരിപാടി അവസാനിക്കും കേട്ടോ.